വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനം. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. യേശുവിൻ്റെ സ്വഭാവം നമ്മിലേക്ക് പകരുന്നതാണ് വിശുദ്ധി. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ ഹൃദയത്തെ വിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കുന്നു. ഹൃദയവിശുദ്ധിയാണ് മനുഷ്യരുടെ സൗന്ദര്യം. ഹൃദയവിശുദ്ധി ദൈവത്തെ കാണാൻ നമ്മെ യോഗ്യരാക്കുന്നു. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ യേശുവിനെ നാം സ്നേഹിക്കണം. വിശുദ്ധിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുക. ദൈവത്തെ കാണാൻ നമുക്ക് വിശുദ്ധി ആവശ്യമാണ്. രഹസ്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് പരസ്യ ജീവിതത്തിൻ്റെ ശക്തി. ദൈവം ആത്മാവാണ്. ആത്മാവായി ദൈവത്തെ ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രമേ കാണാനായിട്ട് കഴിയുകയുള്ളൂ. യേശുവിൻ്റെ സ്വഭാവം നമ്മിലേക്ക് പകരപ്പെടുന്നതാണ് വിശുദ്ധിയെങ്കിൽ എന്താണ് യേശുവിൻ്റെ സ്വഭാവം? യേശു സ്നേഹമാണ്. യേശു പരിശുദ്ധനാണ്. യേശു കരുണയാണ്. യേശു ക്ഷമിക്കുന്നവനാണ്. ശാന്തശീലനാണ്. വിനീതഹൃദയനാണ്. യേശു സഹിക്കുന്നവനാണ്. വിശുദ്ധിയുള്ളവർ യേശുവിൻ്റെ ഈ സ്വഭാവങ്ങൾ പ്രകടമാക്കാനായി തുടങ്ങും. ആത്മീയ പോരാട്ടത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് വിശുദ്ധി. വിശുദ്ധിയുള്ളവർക്ക് ആത്മാക്കളെ സ്പർശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധിയെ അജേയമായ പരിചയാക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 19-ാം തിരുവചനം. വിശുദ്ധിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുക. പരിശുദ്ധനായ ദൈവത്തെ കാണാൻ വിശുദ്ധമായ ഹൃദയവും വിശുദ്ധമായ കണ്ണും ആവശ്യമാണ്. വിശുദ്ധി നഷ്ടപ്പെടുത്തുമ്പോൾ ദൈവത്തെ കാണാനുള്ള വലിയൊരു ഭാഗ്യമാണ് നാം നഷ്ടപ്പെടുത്തുന്നത്. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 16-ാം തിരുവചനം. വിശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധമായ ചിന്തകൾ ഉണ്ടാകുന്നു. വിശുദ്ധമായ ചിന്തകളിൽ നിന്ന് വിശുദ്ധമായ വികാരങ്ങളും ആലോചനകളും ഉണ്ടാകുന്നു. വിശുദ്ധമായ വികാരങ്ങളിൽ നിന്നും ആലോചനകളിൽ നിന്നും വിശുദ്ധമായ പ്രവൃത്തികൾ ഉണ്ടാകുന്നു. എന്നാൽ ഹൃദയം അശുദ്ധമാണെങ്കിലോ അശുദ്ധമായ ചിന്തകളും വികാരങ്ങളും ആലോചനകളും പ്രവൃത്തികളും ഉണ്ടാകുന്നു. ഹൃദയവിശുദ്ധിയാണ് ആത്മീയ മനുഷ്യൻ്റെ സൗന്ദര്യം. ഹൃദയവിശുദ്ധിയാണ് ആത്മീയ മനുഷ്യൻ്റെ കരുത്തും പരിചയം. അതിനാൽ ഹൃദയത്തെ വിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.